പത്തനംതിട്ട ജില്ലയിലെ UDF വലിയ കണ്ണും നട്ടിരിക്കുന്നതാണ്. 2021 തെരഞ്ഞെടുപ്പിലെ 5 സീറ്റും LDF കൊണ്ടുപോയത് നോക്കി നിൽക്കാനേ UDFന് കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ പലതുള്ള സ്ഥിതിക്ക് പിടിച്ചെടുക്കാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് UDF നിൽക്കുന്നത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം. 2, ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ അത് പ്രതിഫലിക്കേണ്ടത് ശബരിമല സ്വർണ്ണക്കൊള്ള CPMന് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് അറിയാൻ കഴിയുക. കാരണം അവിടെ ഉള്ളവരാണ് അതിൻ്റെ കാര്യങ്ങൾ നേരിട്ട് കാണുകയും അറിയുകയും ചെയ്യുന്നവർ. അതുകൊണ്ട് അവിടെ UDF കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 5-ൽ 5 ഇപ്പോൾ LDFൻ്റെ കൈവശം ഇരിക്കുകയാണ്. അതിൽ 2 CPMൻ്റെ കൈവശം. 1 ആറന്മുളയും 2 കോന്നിയും. കേരള കോൺഗ്രസ് ഒരിടത്താണ്, അത് റാന്നിയിലാണ്. 2021 ജോസ് കെ മാണി വിഭാഗം LDFലേക്ക് വന്നപ്പോൾ റാന്നി മണ്ഡലം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ CPM ആയിരുന്നു. രാജു അബ്രഹാം 5 തവണയായിട്ട് വിജയിച്ചു വന്ന ഒരു മണ്ഡലമാണ്. 5 തവണ വിജയിച്ചു വന്നപ്പോൾ 2016 അവസാനത്തെ. ആ സമയം മന്ത്രി പദവി പോലും ലഭിക്കുമെന്ന് കരുതി. പക്ഷേ രാജു അബ്രഹാമിനെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. പിന്നീട് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആക്കി മാറ്റുകയും ചെയ്തു. CPIക്ക് 1 സീറ്റാണുള്ളത് അവിടെ. അത് സംവരണ മണ്ഡലമായ അടൂരിലാണ്. അടൂർ 2011 രൂപീകൃതമാകുന്നത്. അതിനു മുമ്പ് തുടർച്ചയായി അവിടെ നിന്ന് വിജയിച്ചു വരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്, കോൺഗ്രസിലെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നീട് ഇത് സംവരണ മണ്ഡലമായി കഴിഞ്ഞപ്പോൾ കോട്ടയത്തേക്ക് മാറി. അങ്ങനെ കോട്ടയത്ത് പൊതുവെ UDFനും കേരള കോൺഗ്രസിനും ഒക്കെ ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. തിരുവഞ്ചൂർ കോട്ടയത്തെത്തി അവിടെ ആധിപത്യം സ്ഥാപിച്ചു. തിരുവഞ്ചൂരിനോട് എതിരിടാനായിട്ട് VN വാസവനാണ് തയ്യാറെടുത്തതെന്ന്. വളരെ ചെറിയ ഭൂരിപക്ഷത്തിന് വാസവനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. വാസവൻ തിരുവഞ്ചൂരിനെ ഭയന്ന് കോട്ടയത്തു നിന്ന് പിന്നീട് ഏറ്റുമാനൂരിലേക്ക് പോവുകയും ചെയ്തു. ഇത്തവണ ഏറ്റുമാനൂരിലും സ്ഥിതി പരിങ്ങലിലാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് UDF അത് എടുത്ത് കോൺഗ്രസ് അത് ഏറ്റെടുത്തിട്ട് അവിടെ കോൺഗ്രസ് മത്സരിക്കാൻ തീർച്ചപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ CPMന് ധാരാളമുണ്ട്. ഭരണവിരുദ്ധ വികാരം, അതിനോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. അടൂർ മണ്ഡലത്തില് ഈ 2011 ഈ പുനർനിർണയത്തോടുകൂടി അടൂർ സംവരണ മണ്ഡലമായി മാറുന്നത്. അങ്ങനെ 2011 വന്നിട്ട് UDFന് ഇത് കൈവിട്ടുപോയി എന്നുള്ളതാണ്. അന്ന് പന്തളം സുധാകരനായിരുന്നു കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചത്. സംവരണ മണ്ഡലമായി കഴിയുമ്പോൾ അത് 600 വോട്ടിനാണ് ചിറ്റയം ഗോപകുമാറിനോട്. പിന്നീട് ചിറ്റയം ഗോപകുമാർ പരാജയപ്പെടുത്തുന്നത് KK ഷാജുവിനെയാണ്. 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ചിറ്റയം വിജയിച്ചു. പിന്നീട് 21 LDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ വീണ്ടും ചിറ്റയം അവിടെ നിന്ന് വിജയിച്ചു. പക്ഷെ ഭൂരിപക്ഷം കുറച്ചു എന്നുള്ളതാണ്. 2,900 വോട്ടിനാണ് അവിടെ നിന്ന് ഈ ചിറ്റയം ഗോപകുമാർ വിജയിച്ചത്. ഇക്കുറി അവിടെ അടൂർ മണ്ഡലത്തിലെ രമ്യ ഹരിദാസിന് മത്സരിക്കാൻ ഇറക്കും എന്നാണ് അറിയുന്നത്. രമ്യ ഹരിദാസിന്
പാലക്കാട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ചില ഭാഗങ്ങളിലൊക്കെ എതിർപ്പും ഉണ്ടാകുന്നുണ്ട്. അതിപ്പം പറഞ്ഞിട്ട് കാര്യവുമില്ല. കാരണം അടൂരുകാരനായിട്ടുള്ള മാങ്കൂട്ടത്തിലിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? പാലക്കാട്ടേക്കാണ്. അതുപോലെ തന്നെ ഉള്ളൂ. ഇതൊന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പാട്ടെങ്കിലും പാടും. മറ്റേത് അങ്ങനെയല്ലല്ലോ. ദന്തഗോപുരത്തിലാണ്. വലിയ ദന്തഗോപുരത്തിനകത്ത് സ്ത്രീലംബടൻ എന്നുള്ള വിശേഷണത്തിൽ അങ്ങനെ കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രമ്യ ഹരിദാസിനെ ഇറക്കിക്കഴിഞ്ഞാൽ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നീട് പത്തനംതിട്ട ജില്ലയിലുള്ള മറ്റൊരു മണ്ഡലം ജനതാദളിന്റെ കൈവശം ഇരിക്കുന്ന മാത്യു ടി തോമസ് വിജയിച്ചു വന്നുകൊണ്ടിരിക്കുന്ന തിരുവല്ല മണ്ഡലമാണ്. അവിടെ മാത്യു ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം വലിയ എതിർപ്പൊന്നുമില്ല. തുടർച്ചയായി വിജയിച്ചു വരുന്നു. പക്ഷെ അവിടെ ഇക്കുറി അതിശക്തമായ മത്സരം ഉണ്ടാകും. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഏകദേശം കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥി BJPയിൽ നിന്ന് അനൂപ് ആന്റണി ആയിരിക്കും മത്സരിക്കുക. അനൂപ് ആന്റണി വളരെ നേരത്തെ തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും അവിടെയുള്ള ബിഷപ്പന്മാരുടെ ഇടയിലുമൊക്കെ ക്രൈസ്തവരുടെ ഇടയിലുമൊക്കെ വലിയൊരു സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മർത്തോമാ സഭയുടെ ആസ്ഥാനവും തിരുവല്ലയിലാണ്. അപ്പൊ ഇതൊക്കെ വേറെ കാര്യം, മാത്യു ടി തോമസ് ഒരു വൈദികന്റെ പുത്രൻ കൂടിയാണ്. അപ്പം മറ്റ് എല്ലാവരും ഇത്തരത്തിലുള്ള സാമുദായിക പിന്തുണ തേടി നടക്കും. അനൂപ് ആന്റണി ആയാലും കോൺഗ്രസിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന ആരായാൽ പോലും, PJ കുര്യന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ PJ കുര്യനെ ഇറക്കുമ്പോൾ ഇത്രയും പ്രായത്തിലെത്തി നിൽക്കുന്ന ആളെ വീണ്ടും മത്സരിക്കാൻ ഇറക്കുമ്പോൾ അത് ചോദ്യം ഉയരാൻ സാധ്യത ഉണ്ട്. പക്ഷെ PJ കുര്യന് മത്സരിക്കാനായിട്ട് കച്ചകെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ജയിക്കുക മാത്രമല്ല, വിജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രി പദവിയുമാണ്. ഇതാണ് PJ കുര്യൻ ലക്ഷ്യം ഇടുന്നതെന്നുള്ളതാണ്. പിന്നെ CPM-ന്റെ 2 മണ്ഡലവും തിരിച്ചു പിടിക്കണമെന്നാണ് UDF-ന്റെ നോട്ടം. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ. CPM, അതായത് ഒന്ന് ആറന്മുളയില് വീണ ജോർജാണ് വിജയിച്ചിരിക്കുന്നത്. 2016-ലും 2021-ലും അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, അതുകൂടാതെ വീണ ജോർജിനോടുള്ള എതിർപ്പും മറുഭാഗത്തും കിടക്കുകയാണ്, അതിശക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത് എല്ലാം അനുകൂല സാഹചര്യമായിട്ടാണ് UDF കാണുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയെ ആകെ കുത്തഴിഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ ഇത് അനുയോജ്യമാക്കി മാറ്റാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആറന്മുളയിൽ ഏറെക്കാലം കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചു വന്നിരുന്നത്. അവിടെ BJPയും സജീവ സാന്നിധ്യമാണ്. പിന്നീട് വരുന്നത് കോന്നിയാണ്. കോന്നിയിലെ അടൂർ പ്രകാശ് അവിടെ സ്ഥിരം താവളമായി ഉറപ്പിച്ചിരുന്നിടമാണ്. അവിടെ നിന്നാണ് അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ കൊണ്ടുവരുന്നത്. ആറ്റിങ്ങലിലേക്ക് കൊണ്ടുവന്നതോടുകൂടി ഉപതെരഞ്ഞെടുപ്പിൽ ഇത് CPM-ന് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ കോന്നി മണ്ഡലവും തിരിച്ചു പിടിക്കണമെന്ന് അവർക്ക് നോട്ടമുണ്ട്. ഒരുപക്ഷെ അടൂർ പ്രകാശ് തന്നെ വീണ്ടും അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ, അടൂർ പ്രകാശിന് കേരള രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുണ്ട്, നിയമസഭയിലേക്ക് തന്നെ മത്സരിച്ച് വിജയിച്ചു വരണമെന്നുമുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയുമാണ്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയുമായിരുന്നു. മികച്ച പ്രകടനവും കാഴ്ചവെച്ച ആളാണ്. അത് അടൂർ പ്രകാശിന് അങ്ങനെ അനുവദിച്ചാൽ ഒരുപക്ഷെ മറ്റ് MP-മാരും ഡൽഹിയിൽ നിന്ന് കൂടും കുടുക്കി എടുത്തുകൊണ്ട് ഇറങ്ങി വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം കേരളമാണ് ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത്. കേന്ദ്രത്തിൽ MP ആയിട്ടൊന്നും ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. രാജ്മോഹൻ ഉണ്ണിത്താനും ആന്റണിയും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ തന്നെ ആർത്തി അവസാനിക്കാത്തവരാണ്. അതുകൊണ്ട് അവർക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അടൂർ പ്രകാശിന് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് അനുവദിച്ചു കൊടുത്താൽ അത് കൂടുതൽ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പത്തനംതിട്ട ജില്ലയിൽ എന്നുള്ളതാണ്. എന്തായാലും ഇക്കുറി 5-ൽ 4 സീറ്റ് എന്തായാലും UDF പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നേടിയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.